നമസ്കാരം. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു വലിയ അകത്തള കലഹത്തിന്റെ സൂചനയായി മാറുകയാണ് കാഷ് പട്ടേൽ പുറത്താക്കപ്പെടുമെന്ന റിപ്പോർട്ടുകൾ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് വ്യക്തിപരമായ വിവാദങ്ങളുടെയും ഭരണപരമായ വീഴ്ചകളുടെയും ഫലമായി തോന്നുമെങ്കിലും അതിന്റെ പിന്നിലെ രാഷ്ട്രീയ ഗണിതം വളരെ ആഴമുള്ളതാണ്. FBI മേധാവി സ്ഥാനത്ത് നിന്ന് കാഷ് പട്ടേലിനെ പുറത്താക്കിയേക്കുമെന്നാണ് അവസാന റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്ന അമിത മദ്യപാനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നീക്കമെന്നാണ് സൂചന. ക്യാബിനറ്റ് തലത്തിൽ അടുത്തതായി ഉണ്ടാകുന്ന പുറത്താക്കൽ കാഷ് പട്ടേലിന്റേതാകുമെന്നാണ് വൈറ്റ് ഹൌസിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തത്. കാഷ് പട്ടേലിനെ കുറിച്ച് തുടർച്ചയായി പ്രതികൂല വാർത്തകൾ വരുന്നുണ്ട്. അതൊരു ക്യാബിനറ്റ് സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒന്നല്ല. ഈ വിഷയത്തിൽ ട്രംപിനും അതൃപ്തിയുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. ട്രംപ് ഭരണകൂടത്തിൽ കാര്യങ്ങൾ അത്ര സുഖകരമായല്ല നീങ്ങുന്നതെന്ന സൂചനകൾക്കിടയിലാണ് കാഷ് പട്ടേലുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തെത്തുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മുതൽ 3 ക്യാബിനറ്റ് അംഗങ്ങളെയാണ് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് പുറത്താക്കിയത്. അറ്റോർണി ജനറൽ ആയിരുന്ന പാം ബോണ്ടിയെ ഏപ്രിൽ മാസമാണ് പുറത്താക്കിയത്. ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ക്രിസ്റ്റ്യൻ നോയത്തിനെ മാർച്ച് മാസത്തിൽ മാറ്റുകയും പകരം ഷീൽഡ് ഓഫ് അമേരിക്കാസിലേക്കുള്ള പ്രത്യേക പ്രതിനിധിയായി നിയമിക്കുകയും ചെയ്തിരുന്നു. ലേബർ സെക്രട്ടറി ആയിരുന്ന ലോറി ഷാവേസ് ഡിമറിന് സ്വഭാവദൂഷ്യ ആരോപണത്തെ തുടർന്നാണ് സ്ഥാനം ഒഴിയേണ്ടി വന്നത്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ഡയറക്ടർ സ്ഥാനം അടുത്ത മാസം ഒഴിയുമെന്ന് ടോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേവി സെക്രട്ടറി ആയിരുന്ന ജോൺ ഫെലാനെ കഴിഞ്ഞ ആഴ്ച പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പുറത്താക്കുകയും ചെയ്തിരുന്നു. FBI ഡയറക്ടർ കാഷ് പട്ടേൽ, വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് എന്നിവർക്കാണ് ഇനി സ്ഥാനചലനം സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചെറിയ പ്രായത്തിൽ കാഷ് പട്ടേൽ 2 വട്ടം അറസ്റ്റിലായിട്ടുണ്ടെന്ന വാർത്ത ഈ അടുത്ത ദിവസമാണ് പുറത്തെത്തിയത്. അതിൽ ആദ്യത്തേത് 2001-ലായിരുന്നു. വിർജീനിയയിലെ റിച്ച്മണ്ട് സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരിക്കെ പൊതുവിടത്തിൽ മദ്യപിച്ചതിന് പോലീസ് അദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. രണ്ടാമത്തേത് ന്യൂയോർക്ക് സിറ്റിയിൽ നിയമവിദ്യാർത്ഥിയായിരിക്കെ പൊതുവിടത്തിൽ മൂത്രമൊഴിക്കാൻ ശ്രമിച്ചതിനായിരുന്നു നടപടി നേരിട്ടത്. അതിനിടെ കാഷ് പട്ടേലിന്റെ മദ്യപാന ശീലവും നേരത്തെ മുൻകൂട്ടി അറിയിക്കാതെയുള്ള അവധിയെടുക്കലും സഹപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ദ അറ്റ്ലാന്റിക് മാസിക കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു സോഷ്യൽ ക്ലബിലും ഒരു സ്വകാര്യ ക്ലബിലും അദ്ദേഹത്തെ മദ്യപിച്ച നിലയിൽ കണ്ടു എന്നും ഇത് സർക്കാരിൽ ആശങ്കയ്ക്ക് വഴിവെക്കുന്ന സംഗതിയാണെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ $250 മില്യൺ അപകീർത്തി കേസ് ഫയൽ ചെയ്തതാണ് ഇതിനോട് കാഷ് പട്ടേൽ പ്രതികരിച്ചത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ തുടർച്ചയായി ഉയരുന്ന അധികാര സംഘർഷത്തിന്റെ ഭാഗമാണ് ഈ നീക്കം. ഡീപ് സ്റ്റേറ്റ് വിരുദ്ധ നിലപാടുകളുമായി അധികാരത്തിലെത്തിയ പട്ടേൽ FBI-യിൽ വ്യാപകമായ മാറ്റങ്ങൾ വരുത്തുകയും മുൻകാല ട്രംപ് അന്വേഷണം കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇത് ട്രംപിന്റെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് അനുകൂലമായിരുന്നുവെങ്കിലും അതേസമയം ഭരണകൂടത്തിനകത്തും സുരക്ഷാ സംവിധാനങ്ങളിലും വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചു എന്നതാണ് വാസ്തവം. കോൺഗ്രസ് തലത്തിൽ പോലും അദ്ദേഹത്തെ നീക്കണമെന്ന് ആവശ്യം ഇതോടെ ഉയർന്നത് പ്രശ്നം വ്യക്തിപരമായതിനേക്കാൾ ഭരണപരമായ പ്രതിസന്ധിയാണ് എന്നാണ് സൂചിപ്പിച്ചത്. അതേസമയം ട്രംപ് ഭരണകൂടത്തിൽ ഉയർന്ന തലത്തിൽ നടക്കുന്ന നിരന്തര മാറ്റങ്ങളും പുറത്താക്കലുകളും ഒരു വലിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. വിശ്വസ്തരല്ല എന്ന് തോന്നുന്ന ഉദ്യോഗസ്ഥരെ മാറ്റി പൂർണ്ണമായും അനുകൂലമായ സംവിധാനം ഒരുക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ. അതിനാൽ പട്ടേലിന്റെ പുറത്താക്കൽ ഒരു വ്യക്തിയുടെ വീഴ്ച മാത്രമല്ല, അമേരിക്കൻ ഭരണകൂടത്തിനകത്തെ അധികാര പുനർവിന്യാസത്തിന്റെ പുതിയ ഘട്ടം കൂടിയാണ്. നിയമ സംവിധാനങ്ങളും അന്വേഷണ ഏജൻസികളും വരെ രാഷ്ട്രീയ സ്വാധീനത്തിന് കീഴ്പ്പെടുന്നുവെന്ന വിമർശനങ്ങൾക്കിടയിൽ ഈ നീക്കം ഭാവിയിലെ അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ദിശയെ തന്നെ നിർണ്ണയിക്കാവുന്ന ഒന്നായി മാറുമെന്ന് ഉറപ്പാണ്.